ഇന്ന് നമ്മൾ കാണാൻ പോണത് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു നൈസ് പത്രിയാണ്. മാവ് കോരി ഒഴിച്ചുകൊണ്ടുള്ള ഒരു നൈസ് പത്രിയാണ്. ഇത്രയധികം എളുപ്പത്തിൽ ഒരു നൈസ് പത്രി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമ്മുടെ സാധാരണ നൈസ് പത്രി പോലെ നല്ല ബോള് പോലെ പൊങ്ങിയൊക്കെ വരുന്ന തരത്തിലും നമുക്ക് ഈ മാവ് കൊണ്ട് നൈസ് പത്രി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നല്ല ഈസി നൈസ് പത്രി എന്നല്ല, നല്ല ഈസിയസ്റ്റ് നൈസ് പത്രി എന്ന് വേണം പറയാനായിട്ട്. റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈസി നൈസ് പത്രി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് വാങ്ങിച്ചിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ബ്രാഹ്മിൻസിൻ്റെ പൊടിയാണ്. ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ പൊടിച്ച് വറുത്ത പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പത്തിരിപ്പൊടി ആയിരിക്കണം, നൈസായിട്ടുള്ള നല്ല മൂത്ത പൊടിയായിരിക്കണം എന്നേ ഉള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഈ ഒരു പത്തിരിക്ക് മാവ് കുഴയ്ക്കുമ്പം സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെയല്ല കുഴയ്ക്കുന്നത്, ദോശയ്ക്കുള്ളതുപോലെയല്ല. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ പത്തിരി നന്നായിട്ട് കിട്ടുള്ളൂ. ഇതപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളമല്ല, എന്നാൽ തീരെ തണുത്ത വെള്ളമല്ല. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കൂടുതൽ പൊടിയൊക്കെ എടുത്ത് കുഴയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോയിൽ തന്നെ എടുക്കണം. ഇപ്പം 2 കപ്പ് പൊടിക്കാണെന്നുണ്ടെങ്കിൽ 4 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് 2 കപ്പ് പച്ചവെള്ളം ഒഴിക്കുക. അങ്ങനെ ചെയ്ത് തന്നാൽ മതി. നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമാണ് വെച്ചിട്ടുള്ളത്, കാരണം ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. വെള്ളം മുഴുവനായിട്ട് ഒഴിക്കേണ്ട, പകുതി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പത്തിരിക്ക് കുഴയ്ക്കുന്നതല്ല, ദോശമാവ് കലക്കുന്ന പോലെയാണ് കേട്ടോ കലക്കേണ്ടത്. നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. കാരണം ഈ ഒരു ചൂട് വെള്ളം പൊടിയിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിയിരിക്കണേ. നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് ഇതിന് കിട്ടില്ല. അപ്പം നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. നമ്മളിത് കോരി ഊറ്റി നോക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ നീർദോശയ്ക്കൊക്കെ കലക്കില്ലേ, ആ ഒരു ഇതുപോലെ നല്ല വെള്ളം പോലെ വീഴണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടോ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ടോ, ഈ ഒരു പരുവായിരിക്കണം. അപ്പോൾ ഇത് മതി വെള്ളം. ഇതിപ്പോൾ ഇതാ ഇത്രയും ബാക്കിയുണ്ട്, ഏകദേശം 1 കപ്പോളമൊക്കെ ബാക്കിയുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട, കാരണം വെച്ചാൽ ഓരോ പൊടിക്കും ഒരു വ്യത്യാസമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അത് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും, കാരണം തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവുകയും ചെയ്യും. അപ്പോഴൊഴിക്കുമ്പോൾ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി, കാരണം പൊടി പാകത്തിന് വെന്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് നന്നായിട്ട് ചൂടാവണം. എന്നുവെച്ചാൽ ഒരുപാട് ചൂടൊന്നും ആവണ്ട, അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. അത് നമുക്ക് ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം. കോരി ഒറ്റ ഒഴുകിൽ അങ്ങ് ഒഴിച്ചാൽ മതി, പതുക്കെ അങ്ങ് ഒഴിച്ചേക്കരുത്, പെട്ടെന്ന് അങ്ങ് ഒഴിച്ചേക്കണം. അപ്പോൾ തന്നെ അത് തന്നെ അങ്ങോട്ട് സ്പ്രെഡാവും, പരത്തൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഉടനെ തന്നെ ഇതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്നാവും കേട്ടോ. അടച്ചു വെച്ച് 1 മിനിറ്റ് മതിയാകും. ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് ഹോൾസൊക്കെ വന്നിട്ടുണ്ടാകും, കാരണം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹോൾസ് വരും. പിന്നെ അതുപോലെ ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിലും നല്ല കട്ടിയായി പോട്ടോ. റെഡിയൊക്കെ ആയി വരും, പക്ഷേ ഒരു തിക്നെസ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഒഴിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം പോലെയാണ് അങ്ങ് ഒഴിച്ച് വീഴുന്നത്. 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ചട്ടുകം അങ്ങ് അതിനടിയിലോട്ട് അങ്ങ് കയറ്റി കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തെന്നി പോയിട്ട് എടുക്കാൻ കിട്ടാതെ ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എടുക്കരുത്. കുറച്ച് സമയം കൂടെ അവിടെ തുറന്നങ്ങ് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഈ ചട്ടുകത്തിന് പത്തിരിയുടെ അടിയിലോട്ട് കയറി പോകാൻ ഈസി ആയിട്ടുള്ളത്, ആ സമയത്ത് മാത്രം എടുത്ത് മറിച്ചിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കീറിപ്പോവും. മറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് അത്രയും മതി, പെട്ടെന്നാവും. രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നത് ഈ ഒരു പത്തിരി ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അതിപ്പോൾ മറിച്ചിട്ടത് ആയിട്ടുണ്ട്. നമുക്കിങ്ങ് എടുക്കാം. എളുപ്പത്തിലുള്ള പത്തിരി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ അതാണേലും കുറുക്കിയെടുക്കണം, പിന്നെ ഒന്ന് പ്രസ് ചെയ്യണം. അതുകൊണ്ട് അത്ര പോലും ബുദ്ധിമുട്ടില്ല, വളരെയധികം ഈസിയാണ്. നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ശരിയായില്ല എന്ന് വെച്ചിട്ട് നിർത്തി പോകരുത്, പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത്രയും ഈസി ആയിട്ടൊരു നൈസ് പത്തിരി ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സാധാരണ നമ്മൾ നൈസ് പത്തിരി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നൈസ് പത്തിരി തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും. സാധാരണ നൈസ് പത്തിരി പോലെ പൊങ്ങി വന്നിട്ടില്ല, പക്ഷേ പൊങ്ങി വരും. അത് ഞാൻ അവസാനം എങ്ങനെയാണെന്ന് പറയാവേ. 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും കേട്ടോ, ഒരു തീയുടെ ചൂടിനനുസരിച്ച്. എൻ്റെ ഈ ഒരു അടുപ്പിൽ, ഈ ഒരു ദോശക്കല്ലിൽ ഈ ഒരു സമയമാണ് എനിക്ക് എടുക്കാറ്.
ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് കേട്ടോ കുറച്ച് വിശദമായിട്ട് പറയുന്നത്. ഇപ്പോൾ കണ്ടു കഴിയുമ്പം ഇതാണോ നൈസ് പത്തിരി എന്നൊക്കെ ചോദിക്കുമായിരിക്കും ചിലർ. പക്ഷേ ഇത് നൈസ് പത്തിരിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നൈസ് പത്തിരി എന്ന് പറഞ്ഞത്. പിന്നെ നൈസ് പത്തിരിക്ക് കൂട്ടി കഴിക്കുന്ന എല്ലാ കറികളും കൂട്ടി കഴിക്കാൻ ചെയ്യാം. മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പം 2 എണ്ണം ആയിട്ടുണ്ട്. ഞാനൊന്നെടുത്ത് കാണിക്കണം. നമ്മുടെ തുളയുള്ള നൈസ് പത്തിരി നല്ല നൈസായിട്ടാട്ടോ ഇരിക്കുന്നത്. അരിക്ക് കാണുമ്പോൾ അറിയുന്നില്ലേ എത്രമാത്രം തിന്നാണ് നമ്മുടെ നൈസ് പത്തിരി എന്നുള്ളത്. പിന്നെ ഇത് പത്തിരി നമ്മൾ അടുത്ത പത്തിരി ഇടുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇടരുത്, വേറെ വേറെ വെക്കണം. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടുക്കി വെക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ചൂടോടുകൂടി ഒന്നിൻ്റെ മേലെ ഒന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ട് ഒറ്റ മുറിക്കൽ നിങ്ങൾ മുറിഞ്ഞ് വരും. നല്ല സോഫ്റ്റാണ്. ശരിക്കും ടേസ്റ്റും നൈസ് പത്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സാധാരണ നൈസ് പത്തിരി പോലെ പൊങ്ങി വരുന്ന നൈസ് പത്തിരി, നല്ല പൊള്ളിച്ച് വരുന്ന നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് വളരെയധികം ഈസിയാണ്. പക്ഷേ മറ്റേത് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കും. കാരണം ദോശക്കല്ലിന് അധികം ചൂടുണ്ടാവാൻ പാടില്ല. നേരത്തെ ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. തീരെ ചൂടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഹോൾസ് വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നേരത്തെ നമ്മൾ നല്ല ചൂടോട് കൂടി ഒഴിക്കുമ്പം ഹോൾസ് വരും, ഇതിന് ഹോൾസ് വരില്ല. ഹോൾസ് വന്നില്ലെങ്കിലല്ലേ നമുക്ക് പൊങ്ങി വരാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എയർ കയറുമ്പോഴല്ലേ അത് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഹോൾസ് വരാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സാധാരണ നൈസ് പത്തിരി പോലെ പൊക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ സൈഡ് ഒന്ന് നന്നായിട്ട് ആവുന്ന സമയത്ത് ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊങ്ങി വന്നോളും. ആ മോൾ ഭാഗം 2 ഭാഗവും ചെറിയൊരു ബ്രൗൺ സ്പോട്ടില്ലേ, നമ്മൾ സാധാരണ നൈസ് പത്തിരിക്കൊക്കെ പൊങ്ങി വരുന്ന പോലത്തെ ആ ബ്രൗൺ സ്പോട്ട് വരണം. വന്നു കഴിയുമ്പോഴാണ് നമുക്കത് പൊങ്ങി വരുള്ളൂ. അപ്പോഴേ ആ ഒരു പോർഷന് കട്ടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പൊങ്ങി വരുന്നത്. അല്ലെങ്കിൽ എയർ നിറഞ്ഞ് കയറി വരുമ്പോഴത്തേക്കൊന്ന് പൊട്ടിപ്പോവും. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ട നല്ല പൊള്ളിച്ച് വന്ന് 2 ലെയറായിട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അസല് നൈസ് പത്തിരി അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെയാണ് ഇഷ്ടമെങ്കിൽ കുറച്ചൊന്ന് മുരിഞ്ഞിട്ടുള്ള ഈ സാധാരണ നൈസ് പത്തിരി പോലെയാണ് അത് അവർക്ക് വേണമെങ്കിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ദോശക്കല്ലിൻ്റെ ചൂട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നൈസ് പത്തിരി പോലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ച് കൂടുതൽ സമയം എടുക്കും. വെറുതെ എന്തിനാണ് മെനക്കെടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പണിക്ക് നിൽക്കാറില്ല. ഞാൻ പക്ഷേ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും ചെയ്യുന്നത് മറ്റേ തരത്തിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പത്തിരി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ബ്രാൻഡിൻ്റെ പൊടി കൊണ്ടുള്ള ബാറ്റർ എങ്ങനെയാണ് കലക്കുന്നതെന്നൊന്ന് കാണിക്കുക. കാരണം ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഞാൻ നേരത്തെ എടുത്ത അതേ സെയിം അളവ് തന്നെയാണ്. 1 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം തിളപ്പിച്ച് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഞാനത് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരികയാണ്. ഇപ്പോൾ ഈ വെള്ളം മുഴുവനും ഇത് അബ്സോർബ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 3 കപ്പ് വെള്ളവും ഇതിലൊഴിച്ചു. എന്നിട്ടും ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഒന്ന് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഈ ചൂടുവെള്ളം, അതായത് ഈ ഒരു ടെമ്പറേച്ചറിലുള്ള വെള്ളം എത്തണം. അതങ്ങനെയായി പൊടി വെന്തതിന് ശേഷം നമുക്കിനി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ കൺസിസ്റ്റൻസി കാണിച്ചില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ലൂസാക്കി, സാധാരണ പോലെ തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സമയം വെച്ച് തണുത്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പൊടി പല പൊടിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എത്ര വെള്ളം വേണം, എങ്ങനെ എടുക്കണം എന്നുള്ളതൊന്നും. അപ്പോൾ ഏത് പൊടിയാണേലും ഈ അളവിൽ വെള്ളം എടുക്കുക, ബാക്കി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാം. മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് ഏറ്റവും ടേസ്റ്റ്. സ്റ്റൂ പോലത്തെ കറി അല്ലെങ്കിൽ മുട്ട തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞില്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസി നൈസ് പത്തിരി. ഇപ്പം നൈസ് പത്തിരി എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ദോശ എന്ന് വിളിച്ചോളൂ, ഏതായാലും കുഴപ്പമില്ല, കഴിക്കാൻ ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.